കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ രണ്ട് തരമായ വാസസ്ഥലങ്ങളെ നാം കാണുന്നു. ഒന്ന് ദുഷ്ടൻ്റെ വാസസ്ഥലവും ഒന്ന് നീതിമാൻ്റെ വാസസ്ഥലവും. അപ്പോൾ നാം പാർക്കുന്ന നമ്മുടെ വീട് ഒരു നീതിമാനായ ഒരു മനുഷ്യൻ്റെ വീടായിരിക്കുന്നുവോ അതോ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരാളുടെ വീടായിരിക്കുന്നുവോ? ദൈവവചനം എന്ത് പറയുന്നു വെച്ചാൽ, ദുഷ്ടത പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ വാസസ്ഥലത്തിൽ യഹോവയുടെ ശാപം വരും എന്ന് പറയുന്നു. ആ ഒരു ശാപം, കർത്താവിൻ്റെ ഒരു ശാപം നമ്മുടെ കുടുംബത്തിന്മേൽ വന്നാൽ അത് നമ്മെ കൊണ്ട് നിൽക്കത്തില്ല. അത് പല തലമുറകളോളം വേദന അനുഭവിക്കേണ്ടി വരും. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് തലമുറകളോളം അനുഗ്രഹമായി തന്നെ ആ ഒരു ഭവനത്തിൽ തുടരുകയാണ്. പ്രിയ ദൈവ പൈതലെ, നാം ഇന്ന് നമ്മുടെ വീട് ഒരു നീതിമാൻ്റെ വീടായിട്ട്, എന്ന് പറഞ്ഞാൽ നാം അടുത്തവരെ സ്നേഹിച്ച് പരസ്പരം നാം വിട്ടുകൊടുത്ത് പരസ്പരം സ്നേഹിച്ച് പരസ്പരം മനത്താഴ്മയോടെ ജീവിക്കുന്ന ഒരു വീടായിരിക്കുന്നു. പരസ്പരം നാം സഹായിക്കുന്നുണ്ടോ അതോ നാം കൂടെ ഇരിക്കുന്നവരെ വേദനപ്പെടുത്തി നേരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാതെ പാടാതെ അല്ലെങ്കിൽ ദൈവ ജോലികളിൽ ഏർപ്പെടാതെ നാം സ്വന്തം ഇഷ്ടരായി ദൈവം നമുക്ക് തന്ന വീട്ടിലിരുന്നു കൊണ്ട് നാം നിഗളിച്ച് നാം അടുത്തവരെ നുണയും പറഞ്ഞ് അല്ലെങ്കിൽ അടുത്തവരെ കുത്തിക്കാണിച്ച് അടുത്തവരെ വേദനിപ്പിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടാത്ത അല്ലെങ്കിൽ ദൈവം ഇഷ്ടപ്പെടാത്ത ദൈവം അത് ഒരിക്കലും ക്ഷമിക്കാത്ത ഒരു ജീവിതം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നുവോ അതോ നാം ദൈവഹിതം ചെയ്ത് വരുന്നവർക്കൊരാശ്വാസമായി നാം അറിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവവേല ചെയ്ത് ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്നവരായിട്ട് നാം ഭവനത്തിൽ കഴിയുന്നുവോ? നമ്മളെ തന്നെ ശോധന ചെയ്ത് അറിയേണ്ടതാണ്. പ്രിയ ദൈവ പൈതലെ, നാം ഇന്ന് നമ്മുടെ വീട് ഒരു നീതിമാൻ്റെ കൂടാരമായിരിക്കുകയാണെങ്കിൽ നിർബന്ധമായി കർത്താവിൻ്റെ അനുഗ്രഹം തങ്ങുകയും ചെയ്യും. കർത്താവ് ഒരു ദിവസം പർദീസയിൽ അവനോടുകൂടെ നമ്മെ കൊണ്ടുപോവുകയും ചെയ്യും. ഇല്ല, നാം ദുഷ്ടതയാണ് പ്രവർത്തിച്ച് ദൈവവചനത്തിന് വിരുദ്ധമായി ദൈവമക്കൾക്ക് വിരുദ്ധമായി നാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം കർത്താവിൻ്റെ ശാപം നമ്മുടെ കുടുംബത്തിന്മേൽ വരും. അതൊരിക്കലും നമ്മൾ സ്വർഗത്തിന് നേരായിട്ട് നമ്മുടെ തലമുറകളെ നടത്തുന്നില്ല, അത് നരകത്തിന് നേരായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രിയ ദൈവ പൈതലെ, ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിലൊരു മാനസാന്തരം ലഭിക്കുവാനും ക്രിസ്തുവിനെങ്കിലേക്ക് കടന്നു വരുവാനും ദൈവം ഓരോരുത്തർക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങൾ അങ്ങയുടെ കരങ്ങൾ തരുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവേ, ഞങ്ങൾ സമാധാനമുള്ള ഒരു ജീവിതം ജീവിപ്പാനും യഹോവയുടെ അനുഗ്രഹം ഞങ്ങളുടെ ഭവനത്തിൽ തങ്ങുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വീടുകൾ കർത്താവെ ശണ്ടകളും പിണക്കങ്ങളും ഉണ്ടായി കർത്താവെ ദുഷ്ടതകൾ പ്രവർത്തിച്ച് ദൈവമേ കർത്താവിൻ്റെ ശാപം ഞങ്ങളുടെ കുടുംബങ്ങളിൽ വരാതെ വണ്ണം അങ്ങ് തന്നെ ഞങ്ങളെ കർത്താവെ നേർവഴിക്ക് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെ ഭവനങ്ങളും കർത്താവെ അങ്ങേൽ അനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വരവ് വരെ ഞങ്ങളുടെ കരം പിടിച്ച് വഴി നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.